നമസ്കാരം. 2026 വിഷു സംക്രമത്തിന് ശേഷം 27 നക്ഷത്രക്കാരിൽ ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. സാമ്പത്തികമായി വലിയൊരു മുന്നേറ്റമാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. വ്യാഴം, ശനി തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയൊരു സാമ്പത്തിക ഉന്നതിയും സ്ഥിരതയുമൊക്കെ അനുഗ്രഹീതമായി വരാൻ പോകുന്ന സമയം കൂടിയാണ് ഈ വിഷുവർഷത്തിൻ്റെ ആരംഭം. പ്രധാനമായും ഇവർക്ക് തൊഴിൽ മേഖലയിൽ വളരെ വലിയ നേട്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അവർ പ്രതീക്ഷിക്കാത്ത നിലയ്ക്കുള്ള ഔന്നത്യം ഈ മേഖലയിൽ നിന്ന്, തൊഴിൽ രംഗത്ത് അവർക്കുണ്ടാകും. തൊഴിൽ മേഖലയിൽ നിന്ന് അവർ ഏത് രംഗത്തായാലും, ഔദ്യോഗിക രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും എവിടെയായാലും അവരുടെ കർമ്മ മേഖല വളരെയധികം പുഷ്ടിപ്പെടുകയും അതിൽ നിന്ന് വലിയ സാമ്പത്തിക നേട്ടമൊക്കെ അനുഭവത്തിൽ വരാൻ പോവുകയാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുടുംബജീവിതം, ദാമ്പത്തിക ജീവിതമൊക്കെ വളരെ ഭദ്രമായ നിലയിൽ പോകും. കൂടാതെ വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക്, അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപനം ചെയ്യുന്ന വ്യക്തികൾക്കുമെല്ലാം വളരെ അനുകൂലമായ സാഹചര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. ആരോഗ്യപരമായും ഈ നക്ഷത്രക്കാർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായും തൊഴിൽ രംഗത്തും കുടുംബജീവിതത്തിലും ആരോഗ്യരംഗത്തും ഏറ്റവും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക്, വലിയ ഉന്നതിയിലേക്ക് പോകുന്ന ഈ പ്രധാനപ്പെട്ട 6 നക്ഷത്രക്കാരെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വിഷുവർഷം ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ, ഇവർക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ, ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തടസ്സങ്ങൾ എന്തെങ്കിലും വരാതിരിക്കുവാൻ, ആ തടസ്സങ്ങളെ ഒഴിവാക്കുവാൻ ചെയ്യേണ്ട പരിഹാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. 2026 മേട വിഷു സംക്രമം മുതൽ സാമ്പത്തികപരമായി വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന 6 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണിയാണ്. സാമ്പത്തികമായി വളരെ വലിയൊരു സ്ഥിരത കൈവരിക്കുവാൻ ഇവർക്ക് ഇനി സാധിക്കും. കാരണം ഇവരുടെ കയ്യിലേക്ക് നല്ലൊരു ധനം വരാൻ പോവുകയാണ്. അസ്ഥിരാവസ്ഥ സാമ്പത്തിക കാര്യങ്ങളിലുള്ള, അതായത് കിട്ടുന്നു പോകുന്നു, കടം വരുന്നു, വീണ്ടും കിട്ടുന്നു പോകുന്നു, അങ്ങനെയുള്ളൊരവസ്ഥ മാറും. സ്ഥിരമായ ഒരു സമ്പാദ്യം ഇവരുടെ കൈകളിൽ തങ്ങി നിൽക്കും. മുടങ്ങിക്കിടന്ന അല്ലെങ്കിൽ കിട്ടാതെ കിടന്ന പണം അല്ലെങ്കിൽ ധനം ഇവരുടെ കൈകളിലേക്ക് വരുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാത്രമല്ല, പുതിയ വരുമാന സ്രോതസ്സുകൾ, പുതിയ വരുമാന മാർഗങ്ങൾ ഇവർക്ക് കണ്ടെത്തുവാനും അത് ആരംഭിക്കുവാനും അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും. സ്വർണം, ഭൂമി എന്നിവയിൽ നിക്ഷേപിക്കുവാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. അതിന് അനുയോജ്യമായ ഒരു സമയം കൂടിയാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. സമാധാനമുള്ളൊരു കാലമാണ്. സന്തോഷമുള്ളൊരു കാലമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരു വിവാഹ യോഗം ഈ വിഷുവർഷത്തിൽ സാധിക്കും. അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്തുവാൻ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. രണ്ടാമത്തെ നക്ഷത്രം മകേരമാണ്. തൊഴിൽ രംഗത്തെ പുരോഗതി വഴി വലിയ സാമ്പത്തിക നേട്ടമാണ് ഇവർക്കും ഉണ്ടാകാൻ പോകുന്നത്. വീട്, ഭൂമി മുതലായവയെല്ലാം സമ്പാദിക്കുവാൻ കഴിയും. ഭൂമിയുടെയോ അല്ലെങ്കിൽ വീടിൻ്റെയോ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നടത്തുന്ന ഇടപാടുകളിൽ ഇവർക്ക് ലാഭം ഉണ്ടാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സിൻ്റെ പുതിയ ശാഖകൾ മറ്റു സ്ഥലങ്ങളിൽ തുടങ്ങുവാനോ ഒക്കെ സാധിക്കും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വാഹനമോ വീടോ സ്വന്തമാക്കാനുള്ള യോഗവുമുണ്ട് ഈ മകേരം നക്ഷത്രക്കാർക്ക്. ജോലി സ്ഥലത്തും സമൂഹത്തിലുമൊക്കെ പ്രത്യേക അംഗീകാരവും ബഹുമതികളുമൊക്കെ ലഭിക്കുവാനും ഈ മേടവിഷു സംക്രമത്തിന് ശേഷം മകേരം നക്ഷത്രക്കാർക്ക് വളരെ വലിയ സാധ്യതകളാണുള്ളത്. മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹു ആയതിനാലും 2026 ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥാനങ്ങൾ അനുകൂലമായി വരുന്നതിനാലും സാമ്പത്തികമായി ഇവരുടെ നില വളരെ മെച്ചപ്പെടും. തൊഴിലിൽ വലിയൊരു മാറ്റം ലഭിക്കും. തൊഴിൽ രംഗത്ത് മാറ്റം ലഭിക്കും. ആഗ്രഹിച്ചിരുന്ന ജോലി ലഭിക്കുവാനോ നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ സ്വന്തമായി ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ വളരെ വലിയ നിലയിലേക്ക് എത്തിക്കുവാനോ ഒക്കെ ഇവർക്ക് സാധിക്കും. വിദേശ യോഗവുമുണ്ട്. വിദേശത്ത് പോകുവാൻ, ഒരു ജോലി തേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട്. ആ ശ്രമങ്ങൾക്ക് മുൻകാലങ്ങളിൽ നിങ്ങൾ അതിനെന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയെങ്കിൽ അതിലുള്ള തടസ്സങ്ങൾ കൂടി തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് മാറിക്കിട്ടും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ
വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ്. വിഷുവിന് ശേഷം ഇവർക്ക് നല്ല സമയമാണ്. പുതിയ ബിസിനസ്സുകളും സംരംഭങ്ങളും ഒക്കെ തുടങ്ങുവാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധ്യമാകുന്ന ഒരു സമയമാണ്. പഴയകാല നിക്ഷേപങ്ങളിൽ നിന്നോ പൂർവിക സ്വത്തിൽ നിന്നോ അപ്രതീക്ഷിതമായി തിരുവാതിര നക്ഷത്രക്കാർക്ക് ലാഭം ലഭിക്കാൻ വളരെ വലിയ സാധ്യതയുണ്ട്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. 2026 വിഷു മുതൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉയർച്ചയുടെ കാലം തന്നെയാണ് എന്ന് പറയാം. കൃത്യമായ ആസൂത്രണത്തോടുകൂടി മുന്നോട്ട് പോയാൽ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും കൈവരിക്കുവാൻ സാധിക്കും. മേടസംക്രമത്തിന് ശേഷം ധനയോഗവും ഭാഗ്യാനുഭവങ്ങളും ഉന്നതിയുമൊക്കെ ലഭിക്കുന്ന ഉത്രമാണ്. ദീർഘകാലമായി ചിന്തിച്ചിരുന്ന സാമ്പത്തിക ലക്ഷ്യങ്ങൾ, ധനപരമായ കാര്യങ്ങളെപ്പറ്റി അവർ ദീർഘകാലമായി പ്ലാൻ ചെയ്തിരുന്ന ആ ലക്ഷ്യങ്ങൾ അത് പൂർത്തീകരിക്കുവാൻ ഈ വിഷു വർഷത്തിൽ, ഈ വിഷുവിന് ശേഷമുള്ള കാലഘട്ടത്തിൽ തീർച്ചയായും ഉത്രം നക്ഷത്രക്കാർക്ക് കഴിയും. സാമ്പത്തികപരമായി അവരെ കുഴക്കിയിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വലിയ പരിഹാരം തന്നെ തീർച്ചയായും കാണാൻ കഴിയും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ മികച്ച ലാഭം കൊയ്യാൻ കഴിയുന്ന സമയം കൂടിയാണ്. സാമ്പത്തികപരമായി ഇവർക്കുണ്ടായിരുന്ന ഒരു അനിശ്ചിതത്വം, കടബാധ്യത, ഇതെല്ലാം അവർക്ക് മാറിക്കിട്ടും. കടബാധ്യതകളെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വരുമാന മാർഗം ഇവർക്ക് ലഭിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും പ്രമോഷൻ ലഭിക്കുവാനുമൊക്കെ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സർക്കാർ കാര്യങ്ങളിൽ ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയത്തിലോ ഭരണരംഗത്തോ ഉള്ളവർക്ക് പദവികൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. അങ്ങനെ രാഷ്ട്രീയ ഭരണരംഗത്തുള്ള ഉത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരാഗ്രഹിച്ചിരുന്ന ഒരു പൊസിഷനിലേക്കുള്ള ഉയർച്ചയും അംഗീകാരവുമൊക്കെ തീർച്ചയായും ലഭിക്കും. പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ വലിയ പുരോഗതിയാണ് ഈ ഉത്ര നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. നല്ല ലാഭ വിഹിതവും തീർച്ചയായും ലഭിക്കും. അത് കൂടാതെ തന്നെ ആരോഗ്യപരമായും ഉത്ര നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. വിട്ടുമാറാത്ത അസുഖങ്ങളിൽ നിന്ന് അവർക്ക് ആശ്വാസം ലഭിക്കുകയും ശാരീരിക ക്ഷമത വീണ്ടെടുക്കുവാനുമൊക്കെ ഈ മേടവിഷു സംക്രമത്തിന് ശേഷം സാധ്യമാകും. 5ാമത്തെ നക്ഷത്രം, മേടവിഷു സംക്രമത്തിന് ശേഷം ധനയോഗവും ഭാഗ്യാനുഭവങ്ങളും എല്ലാവിധ വിജയവും ഉണ്ടായി ഉന്നതിയിലേക്ക് പോകുന്ന 5ാമത്തെ നക്ഷത്രം അത്തമാണ്. വിദേശത്തു നിന്നോ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ധനസഹായമോ വരുമാനമോ ഇവർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇരുന്നു കൊണ്ട് വിദേശ രാജ്യങ്ങളുമായോ അല്ലെങ്കിൽ വിദൂര ദേശങ്ങളുമായോ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭത്തിന് നല്ല സാധ്യതയുള്ള ഒരു സമയമാണ്. മറ്റു രാജ്യങ്ങളിൽ ഓൺലൈൻ ബിസിനസ്സുകൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി മുതലായ കാര്യങ്ങൾ ചെയ്യുന്നവരോ ഒക്കെ, അതായത് അന്യദേശങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ വലിയ നേട്ടങ്ങൾ, വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. കലാ, സാഹിത്യം, മീഡിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും വലിയ പ്രശസ്തിയും തന്മൂലം തന്നെ സാമ്പത്തിക ലാഭവുമൊക്കെ ഉണ്ടാകും. വലിയ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ലഭിക്കും. വലിയ കമ്പനികളുമായിട്ട് അല്ലെങ്കിൽ വലിയ പ്രസ്ഥാനങ്ങളുമായുള്ള ഉടമ്പടികളിൽ ഇവർക്ക് ഒപ്പുവയ്ക്കുവാൻ കഴിയും. അത് കലാ, സാഹിത്യം, മീഡിയ എന്നിവയിൽ സിനിമ പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള മേഖലകളെല്ലാം ഇതിൽ ഉൾപ്പെടും. വലിയ പ്രോജക്റ്റുകളിൽ പങ്കാളിയാകാൻ അത്തം നക്ഷത്രക്കാർക്ക് ഈ മേടവിഷു സംക്രമത്തിന് ശേഷം വലിയ സാധ്യതകളാണ് കാണുന്നത്. ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. പുണ്യസ്ഥലം സന്ദർശിക്കുവാൻ അല്ലെങ്കിൽ വിനോദയാത്രകൾ നടത്തുവാൻ അവസരം ലഭിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾക്കുള്ള സാധ്യത ഈ അത്തം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് പുതിയ മേഖലകളിലേക്ക് എത്തിപ്പെടുവാനും പുതിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും അത് വിജയിപ്പിക്കുവാനും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം അനുഭവിക്കുവാനും ഒക്കെ ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഇനി അവസാന നക്ഷത്രം, 6ാമത്തെ നക്ഷത്രം ചോതിയാണ്. അപ്രതീക്ഷിതമായി കൈവരുന്ന ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തും. ഒരു കാരണവശാലും അവർ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഒരു വലിയ സാമ്പത്തിക സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടിയെത്താൻ പോകുന്നത്. ഇവരുടെയും ജീവിതത്തിലെ സാമ്പത്തിക കുരുക്ക്, പ്രതിസന്ധി, കടബാധ്യതകളിൽ നിന്നൊക്കെ കരകയറാൻ ഈ മേടവിഷു സംക്രമത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും സാധിക്കും. ഷെയർ മാർക്കറ്റ്, നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്ന് ഇവർക്ക് നേട്ടമുണ്ടാകും. നന്നായി പഠിച്ചിട്ട് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ കൃത്യമായി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നല്ല പ്രതിഫലമാണ് വരാൻ പോകുന്നത്.
സാമ്പത്തികമായി നിങ്ങൾക്ക് ഈ വിഷുവിന് ശേഷം സാമ്പത്തികപരമായ അടിത്തറ വളരെ ശക്തമാകും. നിങ്ങളുടെ മുടങ്ങിക്കിടന്ന ലോണുകളൊക്കെ തിരിച്ചടയ്ക്കുവാനും ബാധ്യതകളൊക്കെ തീർക്കുവാനും തീർച്ചയായും സാധിക്കും. ഈ ചോദ്യ നക്ഷത്രക്കാരുടെ ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ കർമ്മമേഖല വളരെ പുഷ്ടിപ്പെടും. അതിൽ നല്ല ബിസിനസ് നടക്കും. അത് ഏത് രംഗമായാലും ശരി തന്നെ അവിടെ ക്രയവിക്രയം നന്നായി നടക്കും. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ, പുതിയ ഓർഡറുകൾ, പുതിയ പ്രസ്ഥാനങ്ങളുമായുള്ള ഉടമ്പടികൾ ഒപ്പുവയ്ക്കാൻ കഴിയുക, പുതിയ പ്രോജക്റ്റുകളിൽ പങ്കാളിയാകാൻ കഴിയുക, അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് അത് വിജയകരമായി ചെയ്യാൻ സാധിക്കുക, അങ്ങനെയൊക്കെയുള്ള നിരവധി അവസരങ്ങളാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചാൽ ഇവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാനും അതിൽ നിന്ന് സാമ്പത്തികപരമായ ഒരു ഉന്നതി, ഒരു ഭദ്രത, ഒരു മുന്നേറ്റം ഒക്കെ ഉണ്ടാക്കുവാനും കഴിയും. 6 നക്ഷത്രക്കാരെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ഇവർക്ക് ഈ വിഷു സംക്രമത്തിന് ശേഷം വളരെ നല്ല സാമ്പത്തികപരമായ കുതിപ്പ്, വിജയത്തിൻ്റെ കുതിപ്പ് തീർച്ചയായും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ആത്മവിശ്വാസത്തോടുകൂടി, മനക്കരുത്തോടുകൂടി ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള കരുത്തോടുകൂടി കഠിനമായി നിങ്ങൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഈ 6 നക്ഷത്രക്കാർക്കും വലിയ നേട്ടങ്ങൾ തന്നെയായിരിക്കും ഈ വിഷുവർഷം, ഈ വിഷു സംക്രമത്തിന് ശേഷം ലഭിക്കാൻ പോകുന്നത്. പ്രധാന നേട്ടങ്ങൾ എന്ന് പറയുന്നത് തൊഴിൽ രംഗത്തെ വിജയമാണ്. അതുപോലെ സാമ്പത്തികപരമായ ഉന്നതി, കടബാധ്യതകളിൽ നിന്നുള്ള മോചനം, സാമ്പത്തിക നിലയുടെ ഭദ്രത, ഔദ്യോഗിക രംഗത്തെ ഉന്നതി, പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും നിലവിലുള്ള ബിസിനസ്സുകൾ വളരെ വലിയ നിലയിലേക്ക് എത്തിക്കുവാനുമുള്ള അവസരങ്ങൾ, ആരോഗ്യപരമായ ഭദ്രത, മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ, ഇങ്ങനെയൊക്കെയുള്ള വലിയ മാറ്റങ്ങളാണ് ഈ മേടവിഷു സംക്രമത്തിന് ശേഷം ഈ 6 നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അമിതമായ ചെലവിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. വരുമാനം കൂടുന്നതിനൊപ്പം അനാവശ്യമായ ചിലവുകൾ വരാതിരിക്കാൻ നിങ്ങളുടെ ബഡ്ജറ്റ് തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യണം. ദൂർത്ത് ഒരിക്കലും പാടില്ല. കൃത്യമായി പണത്തിനൊരു കണക്ക് വേണം. വരുന്നതിനും ചിലവാക്കുന്നതിനും ഒരു കണക്ക് വെച്ച് തന്നെ ചിലവാക്കുക. ധനം കയ്യിലേക്ക് വരുമ്പോൾ മുൻകാലങ്ങളിൽ അടച്ചു തീർക്കാനുള്ള ലോണുകൾ അല്ലെങ്കിൽ കടബാധ്യതകൾ, പലിശ പണം ഇതെല്ലാം കൊടുത്ത് നിങ്ങൾ കുറേ കൂടി സമാധാനപരമായ ഒരു ജീവിതം സൃഷ്ടിക്കുവാനായി ശ്രമിക്കണം. മനഃപൂർവ്വമായിട്ട് അത് സൃഷ്ടിക്കണം. അപ്പോൾ ഈ ബാധ്യതകൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്തോറും നിങ്ങൾക്ക് കൂടുതൽ വരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ഊർജം സ്വാഭാവികമായും ലഭിക്കും. കൂടാതെ വാക്കുകളിൽ നിങ്ങൾ മിതത്വം പാലിക്കണം. അത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്ത്, നിങ്ങളുടെ ജോലിസ്ഥലത്ത്, കുടുംബത്തിലും അത് തീർച്ചയായിട്ടും വാക്കുകളിൽ മിതത്വം പാലിക്കണം. തർക്കങ്ങൾ, അനാവശ്യമായ തർക്കങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. സംസാരത്തിൽ നല്ല നിയന്ത്രണവും വേണം. വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തേണ്ട ധനം താൻ ചില തടസ്സങ്ങൾ സംഭവിക്കും. കാര്യം കൂടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ തരുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് തരാൻ തയ്യാറായവരൊക്കെ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കണം. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളിലോ കരാറുകളിലോ ഒക്കെ നിങ്ങൾ ഒപ്പിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാകും. അപ്പോഴെല്ലാം കൃത്യമായി നിങ്ങൾ ആ ഉടമ്പടികൾ, ആ കരാറുകൾ, ആ എഗ്രിമെൻറ്റുകൾ വായിച്ചു നോക്കണം. അതിൽ കൃത്യമായ കാര്യങ്ങളാണോ എഴുതി വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒപ്പുവയ്ക്കാവൂ. കബളിപ്പിക്കപ്പെടുവാനായിട്ടും അല്ലെങ്കിൽ സാമ്പത്തിക കുരുക്കിൽ ചെന്നുപെടുവാനും ഒരു കാരണവശാലും ഇടയാക്കാത്ത രീതിയിൽ നിങ്ങൾ സശ്രദ്ധം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ, നമ്മുടെ ഭാഗ്യം കൈകളിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ കൂടി പറയാം. ദോഷങ്ങൾ അകറ്റി ഐശ്വര്യം വർദ്ധിപ്പിക്കുവാനായിട്ട് വിഷ്ണു സഹസ്രനാമം ഉപകരിക്കും. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറുവാനായി സഹായിക്കും. കൂടാതെ ക്ഷേത്ര ദർശനം, വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി തുളസിമാല വഴിപാടായി അർപ്പിക്കുന്നതും ധനപരമായ തടസ്സങ്ങൾ മാറ്റി ഐശ്വര്യങ്ങൾ വർദ്ധിക്കും. സാമ്പത്തിക അഭിവൃദ്ധിക്കായി മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ലതാണ്. തിങ്കളാഴ്ചകളിലോ ചോതി, ചതയം, തിരുവാതിര ദിവസങ്ങളിലോ ശിവക്ഷേത്ര ദർശനം നടത്തി ധാരയോ പിൻവിളക്കോ വഴിപാടായി കഴിക്കുന്നതും നല്ലതാണ്. രാഹുപ്രീതിക്കായി സർപ്പക്കാവുകളിൽ വിളക്ക് തെളിക്കുന്നതും കടുംബായുസം വഴിപാടായി നടത്തുന്നതും തടസ്സങ്ങൾ മാറാനായി സഹായിക്കും. കൂടാതെ മൃത്യുഞ്ജയ മന്ത്രം ദിവസവും കുറഞ്ഞ ഒരു 9 തവണയെങ്കിലും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും നിങ്ങളുടെ ഊർജ്ജസ്വലതയുമൊക്കെ വർദ്ധിപ്പിക്കും. ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പരിഹാരങ്ങളൊക്കെ ഒന്ന്
ചെയ്യുക. ഇത് കൂടാതെ തന്നെ ദാനധർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. സാധുക്കൾക്ക് അന്നദാനമോ വസ്ത്രദാനമോ നടത്തുന്നത് ഉത്തമമാണ്. അത് മനുഷ്യരെന്നല്ല, മൃഗങ്ങൾക്കും അത് ചെയ്യാം. പാവപ്പെട്ട ജീവജാലങ്ങൾക്കും നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. വിശക്കുന്നവർക്ക് ആർക്കായാലും ആഹാരം, അന്നദാനം കൊടുക്കുന്നത് വലിയ പുണ്യമാണ്. സാധു മൃഗങ്ങൾക്ക്, തെരുവ് മൃഗങ്ങൾക്ക്, അനാഥരായ മനുഷ്യർക്കൊക്കെ വെള്ളമോ ആഹാരമോ, അത് നിങ്ങൾ ഒരുപാട് സദ്യയൊന്നും കൊടുക്കണ്ട. നിങ്ങളാൽ കഴിയുന്നത് ഒരു നേരത്തെ ആഹാരമോ ഒരു കവിൾ വെള്ളമോ ഒക്കെ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ ദാനധർമ്മങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുക. കാലദോഷങ്ങൾ മാറ്റുവാൻ കാലഭൈരവനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതുപോലെ കാലഭൈരവൻ്റെ സന്തത സഹചാരിയായ നായകളെ, അത് തെരുവ് നായകൾ പ്രത്യേകിച്ചും, അവയെ ഉപദ്രവിക്കാതിരിക്കുക. അതിന് ആഹാരമോ വെള്ളമോ കൊടുക്കുക. ഒരെണ്ണത്തിനെങ്കിലും തെരുവിൽ നിന്നെടുത്ത് കൂടെ സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. വളർത്തുന്ന നായകയാണെങ്കിലും ശരി തന്നെ, അതിനോട് ക്രൂരത പാടില്ല. വിഷം കൊടുത്ത് കൊല്ലുകയോ തല്ലിക്കൊല്ലുകയോ മുറിവേൽപ്പിക്കുകയോ, അതിന് ഒരിക്കലും സമാധാനം കൊടുക്കാത്ത കണക്ക് നമ്മൾ ക്രൂരമായി അതിനോട് ദ്രോഹപരമായി പ്രവർത്തിക്കുകയോ പീഡിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്. നായ കാലഭൈരവൻ്റെ സന്തത സഹചാരിയായ മൃഗമാണ്. അതിനെ നിങ്ങൾ ദ്രോഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരുപാട് സൗഭാഗ്യങ്ങൾ പോകും. കാര്യം കാലദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും കഴിവുള്ളത് കാലഭൈരവൻ, അതായത് മഹാദേവൻ, ശിവൻ, പരമശിവൻ, അദ്ദേഹത്തിനാണ്. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. കാക്കയ്ക്ക് കഴിയുമെങ്കിൽ ഒരു പിടി ചോറ്, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു പിടി ആഹാരം മുറ്റത്തെവിടെയെങ്കിലും വെച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് ദോഷങ്ങളൊക്കെ അകറ്റി ഐശ്വര്യമൊക്കെ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മേടവിഷു സംക്രമത്തിന് ശേഷം നമ്മൾ പറഞ്ഞ 6 നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥയും കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തീർച്ചയായും വലിയ സാമ്പത്തികപരമായ മുന്നേറ്റം തന്നെ ലഭിക്കും. ഈ നേട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായി അനുഭവിക്കുവാൻ കൃത്യമായ പ്ലാനിങ്ങും കഠിനാധ്വാനവും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ മുമ്പോട്ട് തന്നെ ആയിരിക്കും. കാരണം ഏതൊരു ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിലും സാധിച്ചെടുക്കണമെങ്കിലും നമ്മൾ കഠിനമായി യത്നിക്കുക തന്നെ വേണം. നമ്മൾ ഒരു ആശയമുണ്ടാക്കണം, ആ ആശയം പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കണം. അപ്പോൾ നമ്മളിലേക്ക് ഒരുപാട് തടസ്സങ്ങൾ വരും. പക്ഷേ ആ തടസ്സങ്ങളൊന്നും കണ്ട് നമ്മൾ പിന്തിരിയരുത്. എല്ലാ കാര്യത്തിനും, എന്ത് കാര്യത്തിനിറങ്ങിയാലും ഒരു തടസ്സം വഴിയിലുണ്ടാവും. അല്ലാതെ നമ്മെ സ്വീകരിക്കുവാൻ വേണ്ടി ആരുമില്ല. നമ്മളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഇവിടെ ആരും തന്നെ മെനക്കെട്ട് നിൽപ്പില്ല. കഴിയുമെങ്കിൽ നമ്മുടെ മനസമാധാനം കെടുത്തുവാനും നമ്മുടെ ഊർജ്ജസ്വലത കെടുത്തുവാനും നമ്മുടെ വഴി മുടക്കുവാനും നമ്മളെ വലിച്ച് താഴോട്ടിടാനും വേണ്ടി മാത്രമാണ് പലരും നമുക്ക് ചുറ്റും കാത്തിരിക്കുന്നതെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. അപ്പോൾ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. നമ്മുടെ കഠിനമായ ശ്രമം തന്നെ അതിനാവശ്യമാണ്. ചുറ്റുമുള്ള പരിഹാസങ്ങളും നിരുത്സാഹപ്പെടുത്തുന്ന പ്രവർത്തികൾക്കും കുത്തിത്തിരിപ്പുകൾക്കും ഒന്നും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ആത്മവിശ്വാസം കരുത്തായി നിങ്ങൾ കൊണ്ടുപോകണം. എല്ലാ പ്രതിസന്ധിയെയും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും. കാരണം അനുകൂലമായ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഈ പ്രപഞ്ചം, ഈ മേടവിഷു സംക്രമത്തിന് ശേഷം ഈ പ്രപഞ്ച ശക്തികൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. നിങ്ങൾ അതിലേക്ക് അങ്ങ് ഇറങ്ങുക, മറ്റൊന്നും ചിന്തിക്കേണ്ട. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം, സാമ്പത്തികപരമായ നല്ലൊരു മെച്ചപ്പെട്ട അവസ്ഥ, അത് കോടീശ്വരനാകാം, ടാറ്റ ആകാം, അംബാനി ആവാം, അദാനി ആകാം എന്നല്ല ഞാൻ പറയുന്നു. ഓരോ വ്യക്തിക്കും ജീവിക്കുന്നതിന് അത്യാവശ്യം സമ്പത്ത് വേണം. ഈ സമ്പത്ത് വേണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന 98% സാധാരണക്കാരും കഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ അലയുന്നവരാണ്, ഉഴലുന്നവരാണ്. കാരണം ദിനവും മനുഷ്യൻ എത്ര അധ്വാനിച്ചാലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലാണ് കടബാധ്യതയും പലിശക്കടവും ബാങ്ക് ലോണും ജീവിത സാഹചര്യങ്ങളും എല്ലാം നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് സാധാരണക്കാരനെ കാത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മുന്നിലേക്ക്, ഈ സാധാരണക്കാരൻ്റെ മുന്നിലേക്ക് വന്ന് മറിയുകയാണ്. അപ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ അസാമാന്യ കരുത്ത് തന്നെ നമ്മൾ മാനസികമായി പ്രകടിപ്പിക്കണം, കാത്തു സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ മുന്നേറണം. അങ്ങനെ നമ്മുടെ ധനപരമായ ആവശ്യങ്ങൾക്കുള്ള പണം നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ബാധ്യതകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ കുടുംബത്തെയും നമ്മളെ ആശ്രയിക്കുന്നവരെയും രക്ഷിച്ചു കൊണ്ടുപോകണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാമ്പത്തികപരമായ ഉന്നതി. അതാണ് നമ്മുടെ വിജയക്കുതിപ്പ്. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. വാടകയ്ക്ക് കിടക്കുന്നവൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാഹനമില്ലാത്തവൻ,
അല്ലെങ്കിൽ വലിയ അസുഖത്തിൽ ചികിത്സിക്കാൻ പണമില്ലാത്തവൻ, അല്ലെങ്കിൽ കടബാധ്യതയിൽ കിടന്ന് ഉറക്കവും മനസമാധാനവും ഇല്ലാത്തവർ, ഇവർക്കെല്ലാം ഒരു മോചനം അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഈ മേടവിഷു സംക്രമത്തിന് ശേഷം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടെ നമ്മൾ 6 നക്ഷത്രക്കാരെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും പൊതുവെ ഈ വിഷുവർഷം ഒരുപാട് നക്ഷത്രക്കാർക്കും, ഒട്ടനവധി നക്ഷത്രക്കാർക്കും, ബഹുഭൂരിപക്ഷം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഒരു സാഹചര്യമാണ് വരുന്നത്. ഈ പ്രപഞ്ചശക്തികൾ ഒരുക്കി വച്ചിരിക്കുന്നത്. കാരണം ജൂൺ മാസത്തിൽ വ്യാഴമാറ്റം കൂടി വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്ത വിധം ഉയർന്നു പോകുന്ന ഒരുപാട് നക്ഷത്രക്കാരുണ്ട്. അതല്ലാത്തവരുടെ അവസ്ഥ നോക്കാം. അവർക്കും ശ്രമിക്കാം. നമ്മൾ ശ്രമിക്കണം. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുള്ള ഭയം നമ്മൾ മാറ്റിവെക്കുക. നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട്, എനിക്ക് കഴിയില്ല എന്നുള്ള ചിന്ത മാറ്റിവെച്ചിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുക. നമുക്കൊരു ദിവസമുണ്ട്. കാരണം നമുക്ക് മുകളിലൊരു CCTV ക്യാമറയുണ്ട്, അതായത് ജഗദീശ്വരൻ്റെ ഒരു ക്യാമറ. ഒപ്പം പുള്ളിയുടെ അടുത്ത് തന്നെ ഒരു കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്. നമ്മുടെ കർമ്മം, ആ കർമ്മം അവിടെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സത്കർമ്മം ചെയ്യുന്നവരായി ജീവിക്കുക, നല്ല മനസ്സുള്ളവരായി ജീവിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതെ, കുത്തിത്തിരിക്കാതെ, ആരുടെയും ഒന്നും അനർഹമായി തട്ടിയെടുക്കാത്തവരായിട്ട് എല്ലാവരോടും സമഭാവനയോടുകൂടി സത്യസന്ധരായി ജീവിക്കുന്ന നമുക്ക് നമ്മളുടെ പ്രവർത്തിക്ക് നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം അവിടെ ആ CCTV ഒപ്പിയെടുത്ത് ആ കമ്പ്യൂട്ടർ ഫീഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ സമയത്ത് അത് നമ്മുടെ കൈകളിലേക്ക് എത്തും. ഏത് പ്രതിസന്ധിയിൽ കിടക്കുന്നവൻ്റെ നേരെയും ഒരു കരം നീണ്ടുവരും. അവൻ കയറിപ്പോകും, രക്ഷപ്പെടും, സമാധാനത്തോടുകൂടി സന്തോഷമായി അവൻ ജീവിക്കും. അതൊരു പ്രപഞ്ച സത്യമാണ്. നമ്മൾ ചെയ്യുന്നതേ ഈ പ്രപഞ്ചം നമുക്ക് തിരിച്ചു തരൂ. ഏത് ഒരു പ്രവർത്തിക്കും ഒരു പ്രതിപ്രവർത്തി തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ നല്ല ചെയ്താൽ നല്ലത് തന്നെ കിട്ടും. പക്ഷെ താൽക്കാലികമായ ചില പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അത് മനുഷ്യ സഹജമാണ്. എപ്പോഴും കാറ്റടിക്കുന്നില്ല, കൊടുങ്കാറ്റടിക്കുന്നില്ല, എപ്പോഴും പ്രളയമില്ല, എപ്പോഴും വേനലില്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല കാലമുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്നത് ഈ ലോകത്തിന് വേണ്ടി നന്മ ചെയ്തു തന്നെ മുന്നോട്ട് പോകുക. ഈ പ്രപഞ്ചം ജഗദീശ്വരൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായും എല്ലാവിധ സൗഭാഗ്യങ്ങളും, സാമ്പത്തിക നേട്ടങ്ങളും, ഐശ്വര്യങ്ങളും, സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.